എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിറങ്ങിയ പത്രങ്ങളിൽ വാർത്തകളുടെ അവതരണത്തിൽ മികച്ചു നിൽക്കുന്നത് മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ ഇന്നത്തെ മെയിൻ സ്റ്റോറി ഇന്നിപ്പോഴത്തെ എല്ലാ ചാനലുകളും അല്ല, ചില പ്രത്യേക ചാനലുകളൊക്കെ വളരെ താല്പര്യപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനോരമയുടെ ഈ മെയിൻ സ്റ്റോറി 126 കോടി ബൂം. ഇതാണ് വളരെ മനോഹരമായ ഒരു തലക്കെട്ടാണ്. 126 കോടി ബൂം. 126 കോടിയുടെ വെട്ടിപ്പല്ല, 126 കോടി വിദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട്, അതായത് യഥാർത്ഥത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടി, വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് ഇതിനൊക്കെ കൂട്ടുനിന്നത് ആരാണെന്നറിയോ? നമ്മുടെ കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയൻ സർക്കാരിന്റെ പല തരത്തിലുള്ള അഴിമതികളുടെ ഏറ്റവും വലിയ ഒരു അഴിമതി കൂടിയാണ് മലയാള മനോരമ പുറത്തു കൊണ്ടുവന്നത്. 126 കോടി ബും. മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ്, ഫൗൾ. മെസ്സിയുടെ പേരിൽ നമ്മൾ പല തട്ടിപ്പും കണ്ടിട്ടുണ്ട് അല്ലെ, പല തരത്തിലുള്ള തട്ടിപ്പും കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ നാടാണെന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കമ്പം, ആ കളിക്കമ്പം മുതലെടുത്തുകൊണ്ട് മെസ്സി എന്ന് പറയുന്ന അവർ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ താരത്തെ ഒരാഴ്ചക്കാലം കേരളത്തിലേക്ക് കൊണ്ടുവരും. മെസ്സിയെ കൊണ്ട് ഇവിടെ കളിപ്പിക്കും. മെസ്സിയെ കൊണ്ട് റോഡ് നീളെ ഒരു സവാരി നടത്തിക്കും. അങ്ങനെ മെസ്സിയെ കൺകുളിർക്കെ കണ്ട് മെസ്സിയുടെ കളി നേരിട്ട് കണ്ട് ആസ്വദിക്കാം, ആനന്ദിക്കാം, ആഹ്ലാദിക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് 126 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയ ആ മഹാനാരാണെന്നറിയോ? എല്ലാ ദിവസവും വൈകിട്ട് റിപ്പോർട്ടർ ടിവിയിൽ കോട്ടക്കെട്ട് വന്നിരുന്നിട്ട് ഈ നാട്ടുകാരെ മുഴുവനും രാഷ്ട്രീയം പഠിപ്പിക്കുന്ന, നാട്ടുകാരെ മുഴുവനും ഇയാളുടെ തനി തോന്നിയാസം, വിഡ്ഢിത്തം, പൊട്ടത്തരം ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയും അയാളുടെ ശമ്പളം വാങ്ങുന്ന കുറച്ച് നാലഞ്ച് മാധ്യമ പ്രവർത്തകരിങ്ങനെ ഇരുന്നിട്ട് ഇളിച്ചു കാട്ടി ചിരിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ റിപ്പോർട്ടർ ടിവിയിൽ. ആ റിപ്പോർട്ടർ ടിവിയുടെ മുതലാളി എന്ന് പറയുന്ന ആന്റോ അഗസ്റ്റിൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വീരപ്പൻ, കാട്ടുകള്ളൻ, മുട്ടിൽ മരമുറി കേസിൽ കോടികളുടെ മരം മുറിച്ച് കടത്തിയതിന് നിരവധി കേസുകളുള്ള, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ തണലിൽ, പിണറായി വിജയന്റെ ആസനം കഴുകി അവസരം കിട്ടിയാലൊക്കെ പിണറായി വിജയന്റെ അപ്പി തിന്ന് പിണറായി വിജയന് വേണ്ടി ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് തന്റെ പേരിലുള്ള കേസുകളൊക്കെ എങ്ങനെ അമർത്തി വെച്ച ആന്റോ അഗസ്റ്റിനിത ഇത്തവണ എന്തൊക്കെ അന്വേഷണങ്ങളാണ് വരാൻ പോകുന്നത് അറിയോ? ED അന്വേഷണം വരാൻ പോകുന്നു, SFIO അന്വേഷണം വരാൻ പോകുന്നു. ED SFIO എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേരെ നടക്കുന്ന അന്വേഷണങ്ങളൊക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. സമാനമായ അന്വേഷണം ഇതാ ഈ മരംകൊത്തി മുതലാളിക്ക് നേരെ. മാത്രവുമല്ല, അബ്ദുറഹിമാൻ എന്ന് പറയുന്ന കഴിഞ്ഞ സ്പോർട്സ് മന്ത്രി അല്ലെ, പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഒരു സ്പോർട്സ് മന്ത്രി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഈ മെസ്സി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുമ്പോഴായിരുന്നു. ഇയാൾ മാഡ്രിഡിൽ പോയി ഒരു യാത്രയൊക്കെ നടത്തി 10-15 കോടി അവിടെ തൊലച്ച് വന്ന് ഈ പറയുന്ന മരംകൊത്തി മുതലാളിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത് ഇവർ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു. അതിന്റെ ഇടയിൽ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇയാൾക്ക് തീറെഴുതി കൊടുത്തു. അവിടെ വെച്ച് കളിപ്പിക്കാന്നൊക്കെയാണ്. ഇത് മെസ്സി പറഞ്ഞിട്ടില്ല, അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനും പറഞ്ഞിട്ടില്ല. അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ എന്തോ ഒരു അവരുടെ ഒരു പ്രോസ്പെക്ട്സോ അവരുടെ ഒരു കടലാസ് ഇവിടെ കാണിച്ചിട്ട് അവരിതാ തയ്യാറായിരിക്കുന്നു, അവര് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മന്ത്രിസഭാ അംഗങ്ങളെ പറ്റിച്ചു, കേരളീയരെ മുഴുവൻ പറ്റിച്ചു. അവസാനം ആ പറ്റിക്കൽ ഇത്രമാത്രം ഗുരുതരമാണ് എന്നും 126 കോടി രൂപയാണ് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വിദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. നോക്കണം നിങ്ങൾ ഈ തട്ടിപ്പിന്റെ. അതായത് ഈ റിപ്പോർട്ടർ ടിവി മുതലാളി ഉണ്ടല്ലോ ആന്റോ അഗസ്റ്റിൻ, ഈ ആന്റോ അഗസ്റ്റിൻ എന്നുള്ള പേര് മലയാളികൾ ആദ്യം കേൾക്കുന്നത് ഏറ്റവും വലിയൊരു വെട്ടിപ്പിലൂടെയാണ്. നമ്മുടെ നാട്ടുകാർക്ക് ഇത്രയും ഇവൻ ഈ കോമാളിക്കളി എല്ലാ ദിവസവും വൈകുന്നേരം റിപ്പോർട്ടർ ടിവിക്ക് മുന്നിൽ ഇയാളിങ്ങനെ വന്നിരുന്നിട്ട് കോട്ടക്കിട്ടിട്ട് ഇയാള് സമകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യാണ്. എന്ത് രാഷ്ട്രീയമാണ്? പൊട്ട രാഷ്ട്രീയം. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് എന്താ പറഞ്ഞറിയോ?
പിണറായി മൂന്നാമതും വരും. എവിടെ എവിടെ UDF ജയിക്കാൻ? UDF എവിടെ ജയിക്കാൻ? BJPക്ക് വട്ടപൂജ്യം. അവർക്ക് ഒരു സീറ്റും കിട്ടില്ല. UDF തകർന്ന് തരിപ്പണമാകും. പിണറായി വിജയൻ മൂന്നാം തവണ എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ഇയാൾക്ക് വേണ്ടിയിട്ട് അതേപോലെ പിണറായി വിജയന്റെ ആശ്രയം കഴിയെ വെള്ളം കുടിക്കുന്ന മൊട്ടയും ഇതേപോലുള്ള മറ്റ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ഇവരൊക്കെ ഇത്രയും കഴിഞ്ഞ കാലത്ത് ഇവരൊക്കെ വലിയ മാന്യന്മാരായി നിന്നിട്ട് ഇവർ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുകയാണ്. കള്ളൻ. ആദ്യം ഈ എന്താ പറയാ ഒരു ഫോൺ മാംഗോ ഫോൺ അല്ലേ, മാംഗോ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് കോടികൾ പലരിൽ നിന്നായി സ്പോൺസർഷിപ്പ് വകയില് പാർട്ട്ണർഷിപ്പ് വകയില് കോടികൾ കൈക്കലാക്കി മുങ്ങിയ ടീമാണ് ഈ പറയുന്ന ആന്റോ അഗസ്റ്റിൻ മുതലാളി. അത് കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ടർ ടിവിയിലേക്ക് വരുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ മറവിയിലാണ് ഒട്ടനവധി തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ. അതിലാണ് ഏറ്റവും വലിയൊരു തട്ടിപ്പ് വന്നത്. 126 കോടി. ഇയാളാണ് പറഞ്ഞത് എന്റെ മുണ്ടക്കൈയിൽ ഞാനിതാ 200 വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു, ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ പിന്നിൽ ഇയാളുടെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. അത് നടന്നില്ല. ഏതായാലും 10 പൈസ പോലും അവിടെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുക. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി പണ്ട് മാംഗോ ഫോൺ ഇതാ വരുന്നു. നമുക്ക് അതായത് നമ്മളെ 3G ഒക്കെ ഇങ്ങനെ വരുന്ന കാലത്താണ് ഇയാള് ഈ മാംഗോ ഫോൺ തട്ടിപ്പ് നടത്തിയത്. കോടികൾ കൈക്കലാക്കി സുരക്ഷിതമായി വിലസാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോഴാണ് തന്റെ കയ്യിൽ ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടെങ്കിൽ താൻ വലിയ നമ്മള് ഒരുപാട് മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിമാരെ കണ്ടിട്ടുണ്ട്. ഈ മുതലാളിമാരൊന്നും കോട്ടിട്ടിട്ട് ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനായി അഭിനയിച്ചിട്ട് ഇയാളാണെങ്കിൽ ഉളുപ്പില്ലാതെ ഒരു വിവരവും ഇല്ലാതെ ഇയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സിംഹങ്ങളുടെ വിവരമില്ലായ്മ നമ്മള് ബൈ മി എ കോഫി എന്ന് പറയുന്ന അതൊരു കാപ്പിക്കടയാണെന്ന് ധരിച്ചു പോയൊരു മൊട്ടാരുണിന്റെ കാര്യം നമുക്കറിയാലോ. ഇതേപോലെ അതിൽ പ്രവർത്തിക്കുന്നവർ മുഴുവനും ഇയാളുടെ എന്ന് പറഞ്ഞാൽ ഇയാൾ പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ അപ്പി നിന്നിട്ടും പിണറായി വിജയന്റെ ആസനം കഴുകിയിട്ടുമാണ് ആന്റോ മുതലാളി ജീവിക്കുന്നത്. ആന്റോ മുതലാളിയുടെ ആസനം കഴുകി ആന്റോ മുതലാളിയുടെ അപ്പി നിന്നിട്ട് ഈ പറയുന്ന വേറെ കുറെ ഇവരൊക്കെ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കാൻ മാമാപ്പണി എന്നാ പറയാ. ഇതിനൊക്കെ മാമാപ്പണി തെറ്റിദ്ധരിക്കണ്ട. മാ എന്ന് പറഞ്ഞാൽ മലയാള മാധ്യമങ്ങൾ അല്ലേ. മാ എന്ന് പറഞ്ഞാൽ മലയാള മാധ്യമങ്ങൾ. ആ രീതിയിൽ കണക്കാക്കിയാൽ മതി എന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖൻ പറഞ്ഞിരുന്നു. അതേപോലെ മാമാപ്പണി, മലയാള മാധ്യമങ്ങളുടെ പണി, അതാണ് റിപ്പോർട്ടർ ടിവി യഥാർത്ഥത്തിലുള്ള മാമാപ്പണി ചെയ്യുന്നത്. അതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് ഫൗൾ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് സ്പോൺസർ നൽകി എന്ന് പറയുന്ന 126 കോടിയുടെ രേഖകളൊന്നുമില്ല, ഒരു രേഖയുമില്ല. 126 കോടി കൈമാറി എന്ന് പറയുന്നത് ഒരു രേഖയുമില്ല എന്ന് പറഞ്ഞാൽ ആന്റോ മുതലാളിയും നേരത്തുള്ള അബ്ദുറഹിമാൻ മുതലാളിയും 2 മുതലാളിമാരെ പുട്ടടിച്ചു. അതന്നെ 2 മുതലാളിമാരുടെ പുട്ടടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവുമെന്ന് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് അതായത് AFA $1.5 കോടി അന്നത്തെ മൂല്യപ്രകാരം 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുമ്പോൾ പണം അയച്ചതിന്റെയോ ടീം അത് കൈപ്പറ്റിയതിന്റെയോ ഒരു രേഖയുമില്ല. എവിടെ പോയി 126? അതാ പറഞ്ഞത് 126 കോടി ബും. അതന്നെ നോക്കണം നിങ്ങൾ. തട്ടിപ്പിന്റെ ഒരു സർക്കാരിന് അല്ലെ, പിണറായി വിജയൻ സർക്കാരിനെ കയ്യിലെടുത്തുകൊണ്ട് ഇവന്മാരെ കാട്ടിക്കൂട്ടിയ തോന്നിയാസം ഇവിടുത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും പറഞ്ഞു പറ്റിച്ചിട്ട് എന്തിന്? AFAയും സംസ്ഥാന സർക്കാരും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിന്റെയോ സ്പോൺസറും സർക്കാരും തമ്മിൽ കരാറുള്ളതിന്റെയോ പോലും രേഖകളില്ല. വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ്, കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. കായിക വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആരാണെന്നറിയോ? N പ്രശാന്ത്, പഴയ കോഴിക്കോട്ടെ കലക്ടർ ബ്രോ N പ്രശാന്ത്. പിണറായി വിജയൻ 10 20 പ്രാവശ്യം സസ്പെൻഡ് ചെയ്തുകൊണ്ടേ ഈ പറയുന്ന ജോലികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയ N പ്രശാന്ത് തിരിച്ചെത്തിയത് കായിക വകുപ്പിലേക്കായിരുന്നു. കായിക വകുപ്പില് N പ്രശാന്തിന്റെ റിപ്പോർട്ടാണ് കേട്ടോ. റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് മന്ത്രി OJ ജനീഷിന് നൽകിയത്. ഇത് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ഈ റിപ്പോർട്ട് ഉള്ളത്. ഈ റിപ്പോർട്ടിന് മേൽ തുടർ നടപടി വന്നാൽ
നേരത്തെ പറഞ്ഞ പോലെ ED-യുടെ അന്വേഷണം വരും, FSIO അന്വേഷണം വരും. അതോടുകൂടി ആന്റോ അഗസ്റ്റിൻ മുതലാളി ഉണ്ട തിന്നേണ്ടി വരും കേട്ടോ. ഉണ്ട. പണ്ട് VS പറഞ്ഞ ഉണ്ടയല്ല, യഥാർത്ഥത്തിലുള്ള ഉണ്ട ആന്റോ അഗസ്റ്റിൻ മുതലാളി തിന്നാൻ പോവുകയാണ്. അതേപോലെ അബ്ദുറഹിമാൻ മുതലാളി, കഴിഞ്ഞ സ്പോർട്സ് മന്ത്രി എന്ന് പറഞ്ഞ് ഇവിടുത്തെ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച അബ്ദുറഹിമാൻ മുതലാളി എന്തൊക്കെയായിരുന്നു? മാധ്യമപ്രവർത്തകരെ ചീത്ത പറയായിരുന്നു. ആ ഒന്നിനും ഒരു വകക്ക് കൊള്ളാത്തവൻ അബ്ദുറഹിമാൻ മന്ത്രി. ഇവരൊക്കെ തീർന്നു കിട്ടിയല്ലോ മാറണം എന്ന് സമാധാനിക്കാം. ഇനി ഏതാണ് ഈ ഏജൻസി? US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി വഴി പണം കൈമാറ്റം നടത്താനാണ് സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി തേടിയത്. ഈ ഏജൻസി US-ൽ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം നേരിടുന്നവരാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിദേശത്തേക്ക് പണം അയക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി നേടിയെടുത്ത സ്പോൺസർ പിന്നീട് പണം കൈമാറിയതിന്റെ രേഖകളൊന്നും സർക്കാരിന് സമർപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സ്വാധീനിച്ച് കേന്ദ്രത്തെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാള് 126 കോടി ഇയാള് എന്ത് ചെയ്തു? ഇയാള് ബോം അതന്നെ. അർജന്റീന ടീമിന്റെ സന്ദർശനം നീണ്ടതോടെ കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് LDF സർക്കാർ 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. പട്ടി ഷോ നടത്തി അതിന്റെ അടുത്ത്. അതേസമയം അർജന്റീന ടീമിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഒന്നും ലഭിക്കാതെയാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുന്നതായി കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയതും പണം കൈമാറാൻ അനുമതി നേടിയെടുത്തതും. 126 കോടി കൈമാറ്റത്തിൽ 22.68 കോടി സേവന നികുതി അടക്കണമെന്ന് ആവശ്യപ്പെട്ട് GST വകുപ്പ് സ്പോൺസർക്ക് ഈയിടെ ഒരു സമൻസ് അയച്ചിരുന്നു. അത് വേറൊരു കഥ. ഇമെയിൽ മാത്രം സാക്ഷി. AFA പ്രതിനിധിയുമായി അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇമെയിലുകൾ മാത്രമാണ് സർക്കാർ രേഖകളിലുള്ളത്. 2 വർഷത്തിന് ശേഷം ഇവ ഫയലിൽ ചേർക്കാൻ കായിക വകുപ്പിനെ കൈമാറുകയായിരുന്നു. ഇത്രയുമാണ് ഈ വാർത്ത. അതിന്റെ ഇടയിൽ ഒരു ബോക്സ് സ്റ്റോറി ഉണ്ട്. ആ കത്തയച്ചതും സ്പോൺസർ, അതായത് ഈ മരമുറി മുതലാളിയുടെ, ഈ ആന്റപ്പൻ മുതലാളിയുടെ മറ്റൊരു തട്ടിപ്പിന്റെ ഒരു നേർ സാക്ഷ്യം കൂടി മലയാള മനോരമ അവതരിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണ് എന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് 2023 ജൂലൈയിൽ സർക്കാരിന് ആദ്യ കത്തയച്ചത്. ഏതാ ഈ സ്ഥാപനം എന്നറിയോ? മൂപ്പരുടെ വേറൊരു കടലാസ് കമ്പനി ആന്റോ അഗസ്റ്റിന്റെ. അതായത് അതിന് 20 ദിവസം മുമ്പ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നും 1 ലക്ഷം രൂപ മാത്രമായിരുന്നു അതിന് മൂലധനമെന്നും സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അപ്പൊ ഇയാൾ ചെയ്യുന്ന പരിപാടി കണ്ടില്ലേ നിങ്ങള്? ആദ്യം തന്നെ ഒരു കറക്ക് കമ്പനിയുടെ പേരിൽ ഞങ്ങൾ ഇതാ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രമം നടത്തി. അതിനുശേഷം മൂപ്പരാണ്ട് നേരിട്ടിറങ്ങി റിപ്പോർട്ടർ ടിവിയുടെ ലേബലിൽ തന്നെ. പിന്നീട് സ്പോൺസറായെത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് ആദ്യത്തെ സ്ഥാപനത്തിനെന്ന് റിപ്പോർട്ടിലുണ്ട്. അപ്പൊ ആദ്യത്തെ കടലാസ് കമ്പനിയും ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് സംഭവവും ഒക്കെ ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ തട്ടിപ്പിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു. ആദ്യം തന്നെ ഇങ്ങനെ ഒരു സ്പോൺസർ അന്വേഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ യഥാർത്ഥത്തിലുള്ള സ്പോൺസർ വരുന്നു. ടെൻഡർ ഇല്ലാതെ ഏകപക്ഷീയമായി സ്പോൺസറെ കണ്ടെത്തിയതിലെ വീഴ്ചയും പരാമർശിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ എന്ന പേരിൽ മുൻ കായിക മന്ത്രി V അബ്ദുറഹിമാൻ 2024 സെപ്റ്റംബറിൽ നടത്തിയ സ്പെയിൻ യാത്രയും വിവാദമായിരിക്കുന്നു. AFA ക്ഷണിച്ചതിന്റെ രേഖകളൊന്നും സർക്കാരിന്റെ കൈവശമില്ല. ഇത് മെസ്സിയും അറിഞ്ഞിട്ടില്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഈ അബ്ദുറഹിമാൻ മുതലാളിയും ആന്റോ അഗസ്റ്റിൻ മുതലാളിയും ചേർന്ന് കേരളത്തെ മൊത്തം പിണറായി വിജയന്റെ പിൻബലത്തിൽ നടത്തിയ കാട്ടുകൊള്ള. അപ്പൊ ഈ ആന്റോ അഗസ്റ്റിൻ മുതലാളി എന്തൊക്കെ തട്ടിപ്പുകൾ നോക്കണം. ഈ മാംഗോ ഫോൺ വഴി ഒരു ഫോൺ തട്ടിപ്പ് ആദ്യം തന്നെ കോടികൾ അമുക്കി. അത് കഴിഞ്ഞിട്ടാണ് മൊബൈൽ റിപ്പോർട്ടർ ടിവിയിലേക്ക് വരുന്നത്. അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പുറത്തു വന്ന ഇത്രയേ ഉള്ളൂ. ഇനി പുറത്തു വരാനിരിക്കുന്ന എന്തൊക്കെ തരം പൊറാട്ട് നാടകങ്ങളാണ് ഇയാളെ ഉള്ളിൽ കളിച്ചു കൂട്ടിയതെന്ന് നമുക്കൊന്നും അറിയില്ല കേട്ടോ. കാരണം ഒരു മാധ്യമ സ്ഥാപനമാണ് കയ്യില്. അതിൽ ഇമാതിരി ഇയാളുടെ ആശ്രയം കഴിയും വെള്ളം കുടിക്കുന്ന കുറെ ടീമും. പിന്നെ പറയാനുണ്ടോ? ബൈമിയ കോഫി കപ്പിക്കട സതീശൻ കപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. ഉളുപ്പില്ലാതെ ഒരു മൊട്ട പറയാണ് കപ്പിക്കട അല്ലേ. 400 കോടിയുടെ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ആ ഒരു സ്ഥാപനത്തെയാണ് കാപ്പിക്കട എന്ന് ഇവ പറയുന്നത്. ഇത്രയും പൊട്ടയായ ഇവനാണ് പണ്ട് ഏതാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ഏതാനും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിന്റെ അപ്പുറമാണ് ഒരു ഫുൾ പേജ് പരസ്യം എല്ലാ പത്രങ്ങൾക്കും ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തത്. അത് എന്ന് വെച്ചാൽ ഒരു 50 വർഷത്തിന് ശേഷം എന്തായിരിക്കും കേരളം,
അപ്പോൾ ഇറങ്ങുന്ന പത്രത്തിന്റെ ഒന്നാം പേജ് എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഭാവനയിൽ കണ്ട് തയ്യാറാക്കിയ ഒരു പത്രമായിരുന്നു അത് കേട്ടോ. അതിലെ ആദ്യം പറഞ്ഞത് നമ്മുടെ കറൻസി, അതായത് കറൻസി മുഴുവൻ പിൻവലിക്കുന്നു, ഇനി മുഴുവൻ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ നോട്ടുകൾ മുഴുവൻ പിൻവലിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. ഇനി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? നരേന്ദ്രമോദി സർക്കാർ അല്ല, BJP സർക്കാർ. പിന്നെ മുഴുവൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മാത്രമെന്നായിരുന്നു മെയിൻ സ്റ്റോറി. ഈ പൊട്ടനുണ്ടല്ലോ, മൊട്ടപ്പൊട്ടൻ അന്ന് പത്രാവലോകനാണ്. മൂപ്പർ ഇങ്ങനെ വായിച്ചിട്ട്, ഓ നരേന്ദ്രമോദി നോട്ട് നിരോധനത്തിന് ശേഷം ഇതാ നോട്ടുകളൊക്കെ പിൻവലിക്കുന്നു, ഇതാ നരേന്ദ്രമോദിയുടെ പാതകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുരുട്ടേനി. അപ്പോഴാണ് ആരോ ഇങ്ങനെ തോണ്ടി വിളിച്ചത്, അല്ല ചെങ്ങായി, അത് വെച്ചുള്ള ഒരു സാങ്കല്പിക പത്രമാണ്. ഇമ്മാതിരി മൊയ അല്ലേ, നമ്മളെ കോഴിക്കോടൻ ഭാഷയിൽ മൊയന്ത് എന്ന് പറയും. ഒന്നാം നമ്പർ മൊയന്തായ ഈ മൊട്ട, ഈ പറ്റിയ ആസാനെ പറ്റിയ ശിഷ്യൻ തന്നെ അല്ലേ. ഏതായാലും ആസാനും കൊടുക്കും, ശിഷ്യനും കൊടുക്കും. റിപ്പോർട്ടർ TV എന്ന് പറയുന്ന അധമ സ്ഥാപനം ഇതാ പൂട്ടിക്കെട്ടാൻ പോകുന്നു. അതിനുള്ള എന്താ പറയാ ഒരു കേളികൊട്ട്. അതാണ് 126 കോടി ബും, മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ്, ഫൗൾ. മനോരമ ഇന്ന് ഈ ഒരു സ്റ്റോറിയോടെ സ്കോർ ചെയ്തിരിക്കുന്നു. ഇന്നിതാ ഏഷ്യാനെറ്റിൽ ഇത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ വരാൻ പോകുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് പുതിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.